May all be seated in the presence of the Lord. ഇന്ന് ചിൽഡ്രൻ ചർച്ച ഇല്ല. അടുത്ത ആഴ്ച നിങ്ങൾക്ക് ചിൽഡ്രൻ ചർച്ച ഉണ്ടായിരിക്കും. No children's church today. Sorry, but next week we will resume that. ആരാധനയുടെ ഭാഗമായി എല്ലാ പ്രിയപ്പെട്ടവരും ഇതിനകത്ത് ഇന്ന് വന്നതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുകയും നിങ്ങൾക്ക് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. I praise God that you were all able to come to worship the Lord in the morning, and I express my gratitude. നമ്മുടെ നല്ലൊരു ഭൂരിപക്ഷം സഹോദരങ്ങൾ ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നു. ഇന്നത്തെ പ്രത്യേക കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഞങ്ങൾ വന്ദനം ചെയ്യുകയും കർത്താവിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. A lot of our brethren they are joining online because of the severe weather alert, and we welcome you and greet you all. പ്രഭാതത്തിലുള്ള ഈ ആരാധന സന്തോഷമെന്ന് ഞാൻ കർത്താവിൽ കരുതുകയാണ്. And I believe that it is a joy to worship the Lord early in the morning. എല്ലാ ആഴ്ചയിലും ഇങ്ങനെ 8:30 മുതൽ നടത്തണമെന്ന് പറയരുത്. സ്തോത്രം. നടത്തിയാൽ 9:30 വീട്ടിൽ പോകാം. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് ഒരാത്മിക ചിന്ത പങ്കുവയ്ക്കുകയും അതിനെ തുടർന്ന് കർത്താവിൻ്റെ മേശ പ്രാർത്ഥിച്ച് നൽകാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ മേശയുടെ പ്രധാന കാർമ്മികത്വം ഇന്ന് വഹിക്കുന്നത് ഡോക്ടർ റോണിയാണ്. പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷകൾക്ക് സംബന്ധിപ്പാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. We will meditate from the word of God, 2 Corinthians chapter 5 verses 14 and 15, and we will enter into the Lord's table. Dr. Roni will be ministering from the Lord's table. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ, കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധയോടെ ആയിരിക്കണം. ഒറ്റ സന്ദേശമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. Children, I request your special attention as we have only one sermon today. ആ 2 വാക്യങ്ങൾ ഞാനിവിടെ പരസ്യമായി വായിക്കുന്നു, പിന്നെ ഇംഗ്ലീഷിൽ വായിച്ച് കേൾപ്പിക്കും. 2 Corinthians chapter 5 verses 14 through 15. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കു വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. Reading from the word of God, 2 Corinthians chapter 5 verses 14 through 15. For the love of Christ controls us, having concluded this, that one died for all, therefore all died. And he died for all, so that they who live might no longer live for themselves, but for him who died and rose again on their behalf. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനമാണ്. So book of Corinthians is a letter from Apostle Paul. പൗലോസ് ഈ 2 ലേഖനങ്ങൾ മാത്രമല്ല കൊരിന്ത്യർക്ക് എഴുതിയ എന്നുള്ളത് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുണ്ട്. So we have studied that Paul not only wrote these 2 letters to the church of Corinth. എന്നാൽ എഴുതപ്പെട്ട് നമുക്ക് വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്നത് ഈ 2 ലെറ്റേഴ്സ് ആണ് കൊരിന്ത്യർക്ക് സഭയ്ക്ക് എഴുതുന്നത്. But these are the 2 letters included in the Holy Bible. വളരെ ആഴമായ അർത്ഥമുള്ള ഒരു ചാപ്റ്ററാണ് 5-ാമത്തെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. 2 Corinthians chapter 5 is a very a chapter with a very deep meaning. ശ്രദ്ധിക്കണമേ നിങ്ങൾ, വേദപുസ്തകത്തിന്റെ കീവേഡ് എന്ന് പറയുന്നത് യോഹന്നാൻ 3:16 ആണെങ്കിൽ, if the key verse of the Bible is known as John chapter 3 verse 16, ഒരു ഭക്തന്റെ ക്രിസ്തീയത്തിന്റെ കീവേഡ് എന്ന് പറയുന്നത്, the keyword of Christian life എന്ന് പറയുന്നത് 5:17 ആണ്. Chapter 5 verse 17 is can be said as the key verse for a Christian. ആ പുസ്തകത്തിലേക്ക് നോക്കാതെ എല്ലാ ഭക്തന്മാരും കാണാതെ പഠിക്കേണ്ട ഒരു വാക്കാണത്. നിങ്ങൾ കാണാതെ പറയണം. നിങ്ങൾക്കറിയാം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നു. ഇത് നമ്മുടെ ക്രിസ്തീയത്തിന്റെ അടിസ്ഥാനപരമായ ഒരു വാക്യമാണ്. So chapter 5 verse 17 is something that we all should know. Therefore, if anyone is in Christ, he is a new creature. The old things passed away, behold, new things have come. ഒരു പുതിയ നിയമ ഭക്തന്റെ ജീവിതത്തിൽ ഒരുവൻ പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ അവൻ്റെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. So it explains, when a man becomes born again, what kind of changes happens in his life. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ അധ്യായം നിങ്ങളെ മുഴുവൻ പഠിപ്പിച്ചതാണ്. So we have learned this chapter completely some
some time ago. 7 signs of new creation എന്ന് പറഞ്ഞൊരു സന്ദേശം ഈ ആർക്കീവ്സിൽ കിടപ്പുണ്ട്. So if you check, you can see that 7 signs of a new ഒരു creation. പുതിയ സൃഷ്ടിയുടെ 7 അടയാളങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. So we can learn at least 7 signs when a man becomes new. ഈ കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ട സന്ദേശം ഇതായിരുന്നു. So last night, this is what we heard. മനുഷ്യനോടും ദൈവത്തോടും നിങ്ങൾ നിരക്കുക എന്നുള്ളതായിരുന്നു. So reconcile with the man and God. ഈ അധ്യായത്തിന്റെ 5-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ദ മിനിസ്റ്റേഴ്സ് ഓഫ് റെക്കൺസിലേഷൻ എന്ന പദമാണ്. Chapter 5's theme is the ministers of reconciliation. നമ്മൾ ദൈവത്തോട് മറ്റുള്ളവരെ നിരപ്പിക്കുന്ന ശുശ്രൂഷകന്മാരാണ് എന്നാണ് പൗലോസ് ഇവിടെ സ്ഥാപിക്കുന്നത്. Paul is explaining that the men of God are the ones who reconcile the world with God. നമുക്കൊരു വലിയ മിഷൻ പരിശുദ്ധാത്മാവ് ദൈവം നൽകിയിട്ടുണ്ട്. God has given us a great mission. ആ മിഷൻ എന്താ? ഇവിടെ ഇതിനകത്തുള്ള വാക്യം ഞാൻ പറയുകയാണ്. ദൈവത്തിന് പകരമായി സ്ഥാനാപതിയായി നിന്നുകൊണ്ട്, അംബാസഡറായി നിന്നുകൊണ്ട് സകല മാനവരാശിയോടും നമ്മൾ വിളിച്ചു പറയാണ്, നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളുവീ. So being an ambassador of Christ, or in the standing for God, we are telling the world that come to reconciliation with God. വായനക്കാര് പൗലോസോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഘോരം ദൈവത്തോട് നിരക്കാൻ പറയുന്നത്? So people asked Paul, why are you telling people to reconcile with God? പാപം പെരുകി നിൽക്കുന്ന ഒരു പട്ടണത്തിൽ നിന്നുകൊണ്ട് പൗലോസ് വിളിച്ചു പറയുകയാണ്, ദൈവത്തോട് നിരന്നുകൊള്ളുവീ. So in a sinful city, Paul is proclaiming to all the people that come and reconcile with God. രണ്ട് റീസൺ ആണ് പൗലോസിന് അവരോട് പറയാനുള്ളത്. There are 2 reasons why Paul says them. വാക്യം വായിക്കൂ, 14-ാമത്തെ വാക്യം. 1, verse 14. ദൈവത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ കമ്പൽ ചെയ്യുന്നു. For the love of Christ compels us. ഞങ്ങളെ കമ്പൽ ചെയ്യുന്നത് കൊണ്ടാ. So it is because the love of Christ compels us. എന്തിനാ ഞങ്ങൾ യേശുക്രിസ്തുവിലൂടെ ദൈവത്തോട് നിങ്ങൾ നിരക്കണമെന്ന് പരസ്യമായി ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്? So why do we proclaim to the world that you come to reconciliation with God? എന്താണ് ഇങ്ങനെ പരസ്യമായി പ്രസംഗിക്കുന്ന സുവിശേഷകർ അടികൊണ്ടിട്ടും ജീവൻ പണയം വെച്ചിട്ടും ചാണകവെള്ളം കുടിച്ചിട്ടും അവർ പിന്നെയും നിങ്ങളോട് പറയുന്നതിന്റെ ആശയം എന്തറിയാമോ? യേശുക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നത് കൊണ്ടാ. Do you know, even the men of God, even though they are persecuted so badly, even if they are given cow dung to eat, even they are so much beaten, so much, they still proclaim boldly, it is because the love of Christ compels us. Hallelujah. യേശുക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നത് കൊണ്ട് ഈ രാവിലെ പുൽപ്പറ്റിൽ വിളിച്ചു പറയുന്നു, യേശുവിലൂടെ ദൈവത്തിലേക്ക് നിരക്കുക. Hallelujah. Even in the midst of persecution, we proclaim the word of God to reconcile the world with God because the love of Christ compels us. രണ്ടാമത്തെ പ്രധാനപ്പെട്ട റീസൺ ആണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പകൽ വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. What I want to share with you is the second reason why do we ask the world to reconcile with God. സന്ദേശത്തിന്റെ വാചകം, Christ for all for Christ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുകയാൽ നാം എല്ലാവരും ദൈവത്തിന് വേണ്ടിയുള്ളവർ. The second point and the title of my sermon today is that Christ for all and all for Christ. ശാന്തമായ വാക്യം വായിക്കൂ, ശാന്തമായ വാക്യം. If you would read that verse again. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വേദപുസ്തകത്തിൽ നോക്കണം. I need to teach something from this word. നോക്കൂ, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ. ഞാൻ അവിടെ ആ ഒരുവൻ എന്ന പദം മാറ്റി പരസ്യ ഒരു ചിന്തയിലേക്ക് നൂറുകണക്കിന് മനുഷ്യർ വാച്ച് ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും വേണ്ടി യേശു ക്രിസ്തു മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായ യേശു ക്രിസ്തുവിന് വേണ്ടി തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിക്കുന്നു. ഞങ്ങൾ ഈ സഭ നിർണയിക്കുന്നു. പൗലോസ് നിർണയിക്കുന്നു. ദിസ് ഈസ് മൈ കൺവിക്ഷൻ. ഇതെന്റെ ബോധ്യമാണ്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. For the love of Christ controls us, having concluded this, that Jesus Christ died for all, therefore all died. And Jesus Christ died for all, so that who live
might no longer live for themselves, but for Christ who died and rose again on their behalf. And this is our conviction. കർത്താവിന്റെ ജീവിതത്തിന്റെ 5 തലങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. I want to share 5 phases of Jesus' life. യേശുക്രിസ്തു നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി മരിച്ചു. മരണം മാത്രമല്ല കർത്താവിന്റെ ജീവിതം എന്ന് പറയുന്നത്. So Jesus died for all. Not only that he died for everyone, there are some other things. ഒന്നാമത്തെ ചിന്ത, Number 1, Christ was born for all. എല്ലാവർക്കും വേണ്ടി ജനിച്ചു. no, Jesus Christ was born for everyone. എവിടെ കിടക്കുന്നു ആ വാചകം? So where do we see that in the Bible? ലൂക്കോസ് 2:10-11 വാക്യം ഇങ്ങനെ പറയുന്നു. Luke chapter 2 verses 10 and 11 says, വെളിമ്പ്രദേശത്ത് കിടക്കുന്ന ആട്ടിടയന്മാരെ അഭിസംബോധന ചെയ്ത് ദൂതൻ സംഭാഷിക്കുന്ന സംഭാഷണമാണ്. addressing the shepherd, this is what the angel said. ദൂതൻ വന്ന് ആട്ടിടയന്മാരോട് പറയുകയാണ്, This is what angel said to the shepherd. നിങ്ങൾ എന്റെ ശബ്ദം കേട്ട് പേടിക്കണ്ട. Fear not. എന്താ അടുത്ത വാക്യം പറയുന്നത്? സർവ്വജനത്തിനും എന്നോട് ചേർന്ന് പറഞ്ഞേ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുശേഷിക്കും. ദാറ്റ് മീൻസ് യേശുക്രിസ്തുവിന്റെ ജനനം സർവ്വ ലോകത്തിനു വേണ്ടിയുള്ള സന്തോഷ വാർത്തയാ. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും വേണ്ടി യേശു ജനിച്ചിരിക്കുന്നു. I share the good news that is for all people. That is what the angels told the shepherd. രണ്ടാമത്തെ കർത്താവിന്റെ ജീവചിന്ത എന്ന് പറയുന്നത്, The second point is, Christ lived for all. എല്ലാവർക്കും വേണ്ടി ജീവിച്ചു കർത്താവ്. hallelujah, Jesus Christ lived for everyone. Not only that he was born for all, but he lived for everyone. മത്തായി സുവിശേഷം 12:46 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, When we read Matthew chapter 12 verse 46 onwards, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പുരുഷാരത്തെ അഡ്രസ് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, as Jesus was addressing the crowd and speaking, യേശുവിന്റെ അടുക്കൽ വന്ന് ചിലർ പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങളുടെ അമ്മയും സഹോദരന്മാരും വെയിറ്റ് ചെയ്യുന്നു പുറത്ത്. someone came and told Jesus, your mother and brothers are waiting outside. അവർക്ക് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. They want to talk to you. ഉടനെ ഒരുവൻ വന്ന് അത് പറഞ്ഞ ഉടനെ അടുത്ത വാക്യം ഇങ്ങനെയാണ് വരിക. കർത്താവ് മറുപടി പറയുന്നത് 48 വാക്യം. In verse 48, this is what Jesus says. നിങ്ങൾക്കറിയാമോ എന്റെ അപ്പനും അമ്മയും ആരാണെന്ന്? Now Jesus was asking them, do you know who is my mom? നിങ്ങൾക്കറിയാമോ എന്റെ അമ്മയും സഹോദരന്മാരും ആരാണെന്ന്? Do you know who are my brothers? ഞാൻ എന്റെ കുടുംബത്തിനകത്തേക്ക് അവർക്ക് വേണ്ടി മാത്രം വന്നതല്ല. ഉടനെ പബ്ലിക്കിനെ നോക്കി, ശിഷ്യന്മാരെ നോക്കി അഡ്രസ് ചെയ്ത് കർത്താവ് മറുപടി പറയുകയാണ്, ഇവരാണ് എന്റെ സഹോദരന്മാരും അമ്മയും. Jesus said, like these are my mother and my brethren. യേശു കർത്താവ് ജീവിച്ചത് ഒരു കുടുംബത്തിനോ ഒരു സമൂഹത്തിനോ ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടിയാ കർത്താവ് ജീവിച്ചത്. So Jesus did not just live for his own family, his own mother or brethren, but for a society, and Jesus called them his mothers and his brethren. സ്നേഹിത, കർത്താവ് ഇന്നും ജീവിക്കുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയാ ഇന്നും ഉയർത്തപ്പെട്ടവനായി ജീവിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. And even today, he does not live for one person but for everyone. കുറെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. മൂന്നാമത് കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ക്രൈസ്റ്റ് സ്പോക്ക് ഫോർ ഓൾ. എല്ലാവർക്കും വേണ്ടി കർത്താവ് സംസാരിച്ചു. So the third point is that Jesus Christ spoke for everyone. ഒരിക്കൽ പബ്ലിക് പ്രൊക്ലേഷൻ പോലെ കർത്താവ് വിളിച്ചു പറഞ്ഞ വാക്യമുണ്ട്. This is what Jesus said once. മത്തായി 11:28. Matthew chapter 11 verse 28. എന്താ വാക്യം? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, അടുത്ത പദം ശ്രദ്ധിച്ചേ, എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. Come to me all you who labor and are heavy laden. ഒരാൾക്ക് വേണ്ടി ഒരു സമൂഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല കർത്താവ് പറഞ്ഞത്. ആരെങ്കിലും ഭാരം ചുമക്കുന്നവരുണ്ടോ, ആരും കഷ്ടം അനുഭവിക്കുന്നവരുണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സംസാരിപ്പ് ഒരുവരുണ്ട്, അതെന്റെ പ്രാണപ്രിയരേ യേശു ക്രിസ്തു. Hallelujah. Jesus just did not spoke for some people in the society, but anyone who is carrying any burden, and if anyone's heart is heavy, it is for you that Jesus spoke. നാലാമത്തെ ചിന്ത, Christ worked for all. എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. And he worked for everyone. ശ്രദ്ധിക്കണമേ, കർത്താവിനെ കുറിച്ച് പറയുന്ന പത്രോസിന്റെ പ്രസംഗത്തിൽ കോട്ടിയുന്ന വാക്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10:38. This is what Apostle Peter quotes about Jesus Christ in Acts chapter 10 verse 38. സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഓടി നിങ്ങളെ ചില കഥകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് വാക്യം? നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതും കൊണ്ട് അവൻ നന്മ ചെയ്ത് പിശാച് ബാധിച്ചവരെ ഒക്കെയും സഞ്ചരിച്ച വിവരം
നിങ്ങൾക്കറിയാമല്ലോ, കർത്താവ് ഒരു പ്രത്യേക വ്യക്തികളെ മാത്രം സൗഖ്യമാക്കാനായിട്ട് വന്നതല്ല. So Jesus did not come to work and heal only certain people. മത്തായി 12 എടുത്ത് നിങ്ങൾ In Matthew chapter 12, 15 വാക്യങ്ങൾ നിങ്ങൾ നോക്കിക്കേ. verses 15 onwards, എന്താ അവിടെ എഴുതിയിരിക്കുന്ന അറിയാമോ? this is what it says. യേശു അതറിഞ്ഞിട്ട് അവിടം വിട്ടു പോയി, വളരെ പേർ അവന്റെ പിന്നാലെ ചെന്നു. ആ വാക്യം ശ്രദ്ധിച്ചു. ഒത്തിരി മനുഷ്യർ യേശുവിന്റെ പുറകിൽ വന്നു. Jesus knew what they were planning, so he left that അടുത്ത വാക്യം എനിക്ക് area. ഇഷ്ടമാ. അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കി. Many people followed him. He healed all the sick among ഞാൻ them. ചോദിക്കാറുണ്ട്, കർത്താവ് വിശ്വാസമുള്ളവരല്ലേ സൗഖ്യമാക്കുന്നേ? So isn't it that Jesus would heal those who believe? കർത്താവ് അങ്ങേ പിന്നെയും പിന്നെയും ഫോളോ ചെയ്ത് ഭക്തന്മാരാ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ മാത്രമാണോ? അങ്ങനെ ഒന്നല്ലെന്നേ. യേശുവിന്റെ പിന്നാലെ തിരിയാൻ നീ തയ്യാറുണ്ടെങ്കിൽ, നീ ഒന്ന് കാലുകൾ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറുണ്ടെങ്കിൽ, നിന്റെ പ്രശ്നം എത്ര വലുതാണെങ്കിലും നിന്നെ സൗഖ്യമാക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ കരം ഇന്നും ഈ ഹോളി വ്യാപരിക്കുന്നുണ്ട്. Jesus did not care, if they would be a follower of Jesus Christ eventually, but he healed everyone who came behind him for healing from the sick. 16 വാക്യം 12 വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ എല്ലാവരും വന്നു യേശു എല്ലാവരെയും തൊട്ട് സൗഖ്യമാക്കുന്ന കണ്ടപ്പോൾ പണ്ട് യെശയ്യാ പ്രവചനത്തിൽ ഈശോയെ കുറിച്ച് കോട്ട് ചെയ്തൊരു കാര്യം അവിടെ മത്തായി കോട്ട് ചെയ്യാണ്. 17 വാക്യം എന്നറിയാമോ? ഇതാ ഞാൻ തെരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തുകയാണ്. So as this is what Matthew was writing, a quote from the book of Isaiah, behold my servant whom I have chosen, my beloved in whom my soul is well pleased. അവിടെ കോട്ട് ചെയ്തൊരു വാക്യമുണ്ട്, 19 വാക്യം. In verse 19 this is what it was quoted. 17, 18, 19 വാക്യം കർത്താവിന്റെ 7 ക്വാളിറ്റികളെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ട് അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു. And after writing what prophet Isaiah wrote about Jesus, it says like this. കർത്താവ് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചവനാ. കേട്ടോണേ. So Jesus worked for everyone. മക്കളെ, പണം കൂടുതലായതുകൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നല്ല എഴുതിയേക്കുന്നത്. So not because you are rich, നിന്റെ എഡ്യൂക്കേഷൻ നോക്കിയല്ല, not because you are നിന്റെ കളർ educated, നോക്കിയല്ല, not depending നിന്റെ on the car that you നോക്കിയല്ല, not about നിന്റെ any സാഹചര്യം എന്താണെങ്കിലും whatever your situation പണം is. കൊടുത്തുണ്ട്. ചതഞ്ഞ ഓടയെ അവൻ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തി കളയത്തില്ല. ഇന്ന് പകൽ നീ സമൂഹത്തിനകത്ത് ഒറ്റപ്പെട്ടിരിക്കുകയായിരിക്കാം. ആരും നിന്റെ അടുക്കൽ വരുന്നില്ലായിരിക്കാം, ആരും നിന്നോട് സംസാരിക്കുന്നില്ലായിരിക്കാം, നിനക്ക് ആത്മഹത്യ മാത്രമേ ബാക്കിയുള്ളായിരിക്കാം. പക്ഷെ പരിശുദ്ധം പറയുന്നു, നിനക്ക് കൂടെ വേണ്ടി പ്രവർത്തിപ്പാനാണ് ഇന്നും യേശു ജീവിക്കുന്നത്. ഇന്ന് രാവിലെ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയാ, നിന്റെ ഭവനത്തിനകത്തേക്ക്, നിന്റെ കാറിനകത്തേക്ക്, നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, നിന്റെ സാഹചര്യം മനസ്സിലാക്കി നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു യേശുവിനെ ഞങ്ങൾ പ്രസന്റ് ചെയ്യുകയാണ്. Hallelujah, hallelujah. Doesn't matter where you are, in what situation you are in, but he is a Lord who would come down to anyone who needs him today. ചതഞ്ഞതിനെ ലോകം എടുത്ത് മാറ്റി കളയുമ്പോൾ, so when people throw away what is not useful, നിന്റെ ജീവിതത്തിൽ ഒരു പരാജയം വരുമ്പോൾ ലോകം നിന്നെ വലിച്ചു പുറകിലേക്ക് എറി കളയുമ്പോൾ, and the world might leave you behind if you are not feeling well, ലോകത്തെ സകല മനുഷ്യർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട്, but everyone who came to Jesus, പല വ്യാധിയുള്ളവർ വന്നിട്ട്, and people with many sickness, ചോർത്ത് പിടിക്കുന്നത് കണ്ടപ്പോൾ, and when they saw that he was carrying everyone, പണ്ട് യെശയ്യാ പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ്. Matthew thought about what a prophet Isaiah said about him. You know what did Isaiah say? ഞങ്ങളുടെ പള്ളികളിൽ നല്ല ഇൻസ്ട്രുമെന്റുകളുണ്ട്. We have good instruments. ഞങ്ങളുടെ പള്ളിയിൽ ഓട വെച്ച് അവർ നന്നായി വീണമിട്ടുന്ന പരിപാടികളുണ്ട്. There is someone who would play the reed well. കുറേ കാലം അവർ സിനഗോഗിനകത്ത് പാട്ടുപാടി കഴിയുമ്പോൾ, and after they sing for a long while, ഒടിഞ്ഞു പോകും, ചതഞ്ഞു പോകും, and the reed will break off. നന്നായി ഈണം പുറത്തേക്ക് വരത്തില്ല. It won't give good music. And the musician will throw it away, and Isaiah has seen it. പക്ഷേ ദൈവത്തെ കുറിച്ച് പറഞ്ഞറിയാമോ? But you know what was said about Jesus? പഴയതുപോലെ ഈണം വരുന്നില്ലായിരിക്കാം. Even if you are not able to sing well, പഴയതുപോലെ നിന്നിൽ നിന്ന് നല്ല നാദം പുറത്തു വരുന്നില്ലായിരിക്കാം. maybe you are not that useful as before. ലോകം വലിച്ചെറിയും, പക്ഷേ പരിശുദ്ധം പറയും നിന്നെ വലിച്ചെറിയത്തില്ല. The world may leave you behind, but the Lord will കർത്താവിനെ ഇന്ന് പോലെ സ്തുതിക്കാൻ കഴിയും. കർത്താവ് സ്തോത്രം പറഞ്ഞു. അങ്ങനെ വലിച്ചെറിഞ്ഞില്ലെങ്കിൽ എന്നെ നമ്മളെ എടുത്ത് കർത്താവ് വലിച്ചെറിഞ്ഞേനെ. നമ്മുടെ സാഹചര്യം അറിഞ്ഞ് ഇന്നും പ്രവർത്തിക്കുന്ന നസ്രയനെ സാന്നിധ്യം അനുഭവിക്കുന്ന പറഞ്ഞിട്ട് ചതഞ്ഞോടെ അവൻ ഓടിച്ചു കളയത്തില്ല. പുകയുന്ന തിരിയെ കെടുത്തി കളയാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. Hallelujah. Our Lord is a Lord, a battered reed he
he will not break off, and a smoldering wick he will not put out. 22ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയുന്നത് ബുക്ക് ഓഫ് ലൂക്ക് അല്ല മാത്യു ചാപ്റ്റർ 12ന്റെ 22ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ Verse 22. ഈ കോട്ട് അങ്ങോട്ട് മത്തായി എഴുതി കഴിഞ്ഞപ്പോൾ After Matthew wrote this quote, മാത്യു കണ്ടെന്നറിയാമോ? you know what did Matthew see? അനന്തരം ചിലർ കുരുടന്മാരെ, ഊമന്മാരെ, ഭൂതഗ്രസ്തരെയൊക്കെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. Hallelujah. ഒരു തുറയിൽപ്പെട്ട ആൾക്കാരെ മാത്രമല്ല നസ്രായനിലേക്ക് കൊണ്ടുവന്നേ. മക്കളെ, ഞാൻ പറയാൻ വന്ന ആശയം എന്താ അറിയാമോ? എൻ്റെ യേശു എല്ലാവർക്കും വേണ്ടി ഇന്നും അന്നും എന്നും വർക്ക് ചെയ്യുന്നു. So my point is that our Jesus Christ does not work for a certain group of people, but he works for everyone and heals നിങ്ങളൊരു everyone. ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ And when you apply for a job, നിങ്ങളുടെ റെസ്യൂമേ, നിങ്ങളുടെ ബയോഡേറ്റ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. and you will update your CV. നിങ്ങളുടെ ഏതെങ്കിലും ബലഹീനതനകത്ത് എഴുതാറുണ്ടോ? Now, do you write any weakness of yours in your resume? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജോലി ചെയ്തപ്പോൾ ഇന്ന മിസ്റ്റേക്ക് സംഭവിച്ചു, അതങ്ങോട്ട് റെഡ് ഇങ്കിൽ കൊടുക്കാറുണ്ടോ നിങ്ങൾ? Now, do you highlight what mistake happened on your previous job? അങ്ങനെ കൊടുത്താൽ നിങ്ങൾ എടുക്കില്ല പ്രിയപ്പെട്ട. Now, if you write your weakness, they won't hire you. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? No, I hope you're following me. പക്ഷേ എൻ്റെ യേശുവിന്റെ മുമ്പിൽ But when you come to Jesus, എനിക്ക് പ്രസന്റ് ചെയ്യാം. we can go boldly എനിക്ക് പ്രസന്റ് ചെയ്യാം. and we can go openly and present whatever weakness we have. യേശുവിനെ അറിയാം. Even if you don't tell, Jesus knows us completely. എൻ്റെ ബയോഡേറ്റ അപ്ഡേറ്റ് ചെയ്ത് എൻ്റെ നെഗറ്റീവ്സ് മാത്രം 50 എഴുതി നോക്കിക്കേ. Amen. കർത്താവിനെ നിന്റെ ബയോഡേറ്റ ഞാൻ റിജക്റ്റ് ചെയ്തിരിക്കുന്നു പറയില്ല. Amen. നിന്റെ പാപം കടുച്ചുവപ്പ് പോലെ ആയാലും Hallelujah. ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന നസ്രായന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിക്കുന്നത്. സ്നേഹിത, ഒരു വലിയ കാര്യം പറയാനാണ് ഞാൻ നിന്നോട് വരുന്നത്. Hallelujah, brother. I want to tell you something very important. താങ്കൾക്ക് വേണ്ടിയാ യേശു ഭൂമി ജനിച്ചത്. Jesus was born in this world for you, brother. താങ്കൾക്ക് വേണ്ടിയാ യേശു ഭൂമി സംസാരിച്ചത്. He spoke for you, brother. താങ്കൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. And he worked for you, brother. താങ്കൾക്കുടെ വേണ്ടിയാണ് ഈ ഭൂമിയിൽ യേശു ജീവിച്ചത്. And Jesus lived for you, brother. അങ്ങനെ പറഞ്ഞു തീർന്ന മനസ്സ് തീരത്തില്ല, ഇന്നും ജീവിക്കുന്നത്. And he even lives today for you. അവൻ അടുക്കലേക്കൊന്ന് വരാൻ നീ തയ്യാറായാൽ You only have to be willing to come to him. മാറ്റം തരാൻ കഴിയുന്ന കർത്താവിനെ ഞാൻ പ്രസന്റ് He ചെയ്യുകയാണ്. can change you completely. ആത്മാവിൽ നാവുകൾ ചലിപ്പിക്കാൻ ചില ഹൃദയങ്ങളെ ഇന്ന് പകൽ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ കഴിയുന്ന സ്തോത്രം ചെയ്തു. ഇന്ന് പകൽ ഈ ദൂത് ചില രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. നിന്റെ വീട്ടിനകത്തേക്ക് ഇറങ്ങി വന്ന, നിന്റെ ഒറ്റപ്പെട്ട അവസ്ഥകൾക്കകത്തേക്ക് ഇറങ്ങി വന്ന, സമൂഹത്തിൽ നീ ഊമനായിരിക്കാം, സമൂഹത്തിൽ നീ കുരുടനായിരിക്കാം, സമൂഹത്തിൽ നീ വികലാംഗനായിരിക്കാം, സമൂഹത്തിൽ നിനക്കൊന്നുമില്ലാത്തവനായിരിക്കാം, പക്ഷേ നിന്നെയും തേടി ഇറങ്ങി വന്ന നിന്നെ സൗഖ്യമാക്കാൻ യേശുവിന് പകൽ കഴിയും. No, baby, maybe you have a lot of weakness in your life, in your family, or in the society, but Lord can change your life upside down and make you a new man. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നു, എൻ്റെ ചിന്ത ഏതാല്ല? The most important thing is the fifth point. Christ died for all. യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു. യേശു എല്ലാവർക്കും വേണ്ടി ജനിച്ചു. He was born for all. യേശു എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. He lived for all. യേശു എല്ലാവർക്കും വേണ്ടി He സംസാരിച്ചു. spoke for everyone. ഞാൻ അവിടെ നിന്നോട് വീണ്ടും എൻ്റെ ഉള്ളിനകത്ത് നിയോഗം തരുന്നോട് പറയാ, എല്ലാവർക്കും വേണ്ടി യേശു സംസാരിച്ചെന്ന്. He spoke for everyone. അർത്ഥാൽ യേശുവിന് ഇന്നും നമുക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുമെന്ന്. Meaning he even speaks for us. കഴിഞ്ഞ ദിവസം ഒരു നിയമപാലകന്റെ അടുക്കൽ പ്രത്യേകമായ ഒരു വിഷയമായി ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് വാക്കുകൾ കിട്ടിയില്ല, ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ എൻ്റെ വാക്കുകൾ കിട്ടിയില്ല. So as I was standing with an officer, for some of his questions I did not have good answers. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വാക്കുകൾ കിട്ടാമെന്ന് ഞാൻ ഇങ്ങനെ ധരിച്ചു നിന്നു. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. So I did not know what to say. ഒന്നാമത്തത്, ആ മനുഷ്യനോട് പറയേണ്ട കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, കറക്റ്റ് ആ വേർഡ് എൻ്റെ വായിലേക്ക് വരുന്നില്ല. Number one, I'm not getting the word that I needed to speak to him. ഞാൻ ഒരു നിമിഷം ബാക്കോട്ട് നിൽക്കുമ്പോൾ എൻ്റെ അകത്തളങ്ങളിൽ പറഞ്ഞൊരു വാക്കാണ് അന്നാണ് ഈ സന്ദേശം ഞാൻ രൂപപ്പെടുത്തുന്നത്. Christ spoke for all. Amen. So as I was, like a little disappointed and standing back, not knowing what to say, this message came to my mind. നിനക്ക് വേണ്ടി സംസാരിക്കും ദൈവം. God will speak for you. നിന്റെ മാനേജറോട് സംസാരിക്കും ദൈവം. And he will speak to your manager. നിന്റെ കൊളീഗോട് സംസാരിക്കും ദൈവം. He will speak to your colleagues. നിന്റെ ഹസ്ബൻഡിനോട് സംസാരിക്കും ദൈവം. He will speak to your husband.
നിനക്ക് വേണ്ടി കോർട്ടിൽ ന്യായാധിപനോട് ദൈവം സംസാരിക്കും. And he will spoke to the judge in the court. പാസ്റ്ററെ, താങ്കൾക്ക് എങ്ങനെ അറിയാം? How do you know? താങ്കൾക്ക് എങ്ങനെ അറിയാം? How do I know? ന്യായാധിപന്മാരുടെ നാവിലൂടെ ദൈവം സംസാരിക്കുന്നത്, നാവിലൂടെ, ന്യായാധിപന്മാരുടെ നാവിലൂടെ ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ആരോടൊക്കെയോ ദൈവം സംസാരിക്കാൻ ഇന്ന് പകൽ ഇറങ്ങി വരുമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ആ സന്ദേശത്തോട് പ്രതികരിക്കാൻ കഴിയും? God can speak for you to the judges in the court, and if you believe in you, God can do that for you as well. നിങ്ങൾ കേട്ടെ, നിയമസഭയിൽ അവരുടെ പാർട്ടിയിൽപ്പെട്ട അവരുടെ ആൾക്കാർ ഒരു പ്രസ്താവന, സ്റ്റേറ്റ്മെൻ്റൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പാർലമെൻറ്റിൽ, നിയമസഭയിലൊക്കെ അവർ ഇവിടെ കിടന്ന് ഇങ്ങനെ അടിക്കുന്ന കാണാം. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? So in the parliament, when there is a meeting in session, like if one party representative will speak something, the same party members will do this thing, like they would tap on the table. What is the meaning of അവരിങ്ങനെ അടിക്കുന്നതിന്റെ അർത്ഥം എന്താ? So what does it mean? Agreed and support, right? So that shows their agreement to the statement and their support to the person. ഈ ദൈവജനം പറയുമ്പോൾ ദൈവമക്കൾ കരമടിക്കുന്നതിന് അർത്ഥം അറിയാമോ? So when people clap their hand when they hear the word of God, what does that mean? വചനത്തിൽ നിന്ന് തെളിയിക്കാം. എങ്കിലും നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഈ ലോകകരമായ കാര്യം വെച്ച് പറഞ്ഞേ, from a worldly perspective, what does that mean? സപ്പോർട്ട് എന്നല്ല, I agreed and support എന്നാണ്. So that means I agree with the word and I support that. യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ കരമടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്തെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടോ? ബാക്കി ഞാൻ പറയുന്നില്ല, ലൈവിലേക്ക് പോകുന്നുണ്ട്. പറയണോ ജീന? നോ. കാരണം പറയണോ സിസ്റ്റർ സഹോദരിമാരെ? നോ. കാരണം എവരിവൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് വേർഡ്. എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന വാർത്ത പിന്നെയും ചെവിയിൽ കേൾക്കുമ്പോൾ സമൂഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കരമടിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. Hallelujah. Jesus died for really ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങട്ടെ. കാരണം എനിക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവിനെ ഇന്ന് പകൽ ഞാൻ പ്രസന്റ് ചെയ്യുക ഈ ആലയത്തിനകത്ത്. നിങ്ങളുടെ മുമ്പിൽ മാത്രമല്ല, എന്റെ വാക്കുകൾക്ക് എല്ലാവരും പറയുന്നു, സകല ലോകത്തിന് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി ഒരുവനെ മരിച്ചുള്ളൂ, അത് യേശു ക്രിസ്തു തന്നെയാണ്. There is only one who died for everyone, that is Jesus Christ alone. ഞാൻ വിശദീകരിക്കാം, അതൊന്ന് പറഞ്ഞ് ഞാൻ സമയമായി വിശദീകരിക്കാം. കർത്താവിന്റെ മേശയിലേക്ക് പ്രവേശിക്കുമ്പോൾ, കർത്താദാസൻ വന്ന് ഇത് നൽകുമ്പോൾ നിങ്ങൾ എല്ലാവരും വാ കൊണ്ട് പ്രൊക്ലെയിം ചെയ്യുന്നൊരു കാര്യമുണ്ട്. So as the man of God comes to minister from the Lord's table, there is one thing that we all proclaim with our mouth. 1 Corinthians 11 കൊടുത്തിട്ടുണ്ട് ആ വാക്യം. It's in 1 Corinthians chapter 11. ഞങ്ങൾ അവന്റെ മരണത്തെ പറയുന്നേ, പ്രതികരിച്ചെന്നേ. ഞങ്ങൾ ഇത്രയും ശാന്തമായി നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ശബ്ദമൊക്കെ ഇടയ്ക്ക് കൂട്ടുന്നെങ്കിലും ഞങ്ങൾ അവന്റെ മരണത്തെ പ്രൊക്ലെയിം ചെയ്യുന്നു. So when we all take part in the Lord's table, this is what we all proclaim, that we proclaim the death of Jesus Christ. ശ്രദ്ധിക്കുക, വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. എനിക്ക് ഇഷ്ടമുള്ളൊരു വാക്യം കൂടെ ഞാൻ സന്ദേശത്തിന് എല്ലാ പോയിന്റും പറയാൻ പറ്റില്ലെങ്കിൽ എൻ്റെ ഇഷ്ടമുള്ളൊരു വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. റോമാലേഖനം 5:6 മുതൽ വാക്യങ്ങൾ, 6 മുതൽ 10 വരെ വാക്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഞാൻ ഇവിടെ ഒത്തിരി പഠിപ്പിച്ചിട്ടുള്ള വാക്യമാണ്. Romans chapter 5 verses 6 through 10. എല്ലാവർക്കും വേണ്ടി മരിച്ചെന്ന് പറയുമ്പോൾ ആർക്ക് വേണ്ടിയാ മരിച്ചേ? So when we say that he died for all, what do we mean and who did he die for? പൗലോസ് റോമാലേഖനം 6:7 പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. This is what Paul says in Romans chapter 6 verse 7. എന്താ 7 പറയുന്നത്? നീതിമാനു വേണ്ടി മരിക്കുക. ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, കുറവാണ്. പക്ഷേ അടുത്ത വാക്യം ഇങ്ങനെയാണ്, ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ ആരെങ്കിലുമൊക്കെ തുനിയുമായിരിക്കും. അങ്ങനെ കണ്ടോ നിങ്ങൾ? ആ വാക്ക് കണ്ടോ? ഇംഗ്ലീഷിൽ 5 ആയിരിക്കും. ആരെങ്കിലുമൊക്കെ നീതിമാന്മാർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത ഗോഡ്ലി പീപ്പിളിന് വേണ്ടി അങ്ങനെയൊക്കെ മരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അപ്പന് വേണ്ടി എൻ്റെ കിഡ്നി കൊടുക്കുന്നു.
So, for example, we give our kidney, we donate one kidney for our family member. അതിനും കാരണമുണ്ട്, അപ്പനായതുകൊണ്ടാ. Because he is our family member or our father. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്റെ ഒരു കിഡ്നി കൊടുക്കുന്നു. So if, so if someone gives kidney for their wife, it is because it is their wife. ഇനി ചാരിറ്റിയുടെ ഭാഗമായി ചില അച്ഛന്മാരും പാസ്റ്റേഴ്സ് ഒക്കെ കൊടുത്തത് എനിക്കറിയാം. ചിലർ കൊടുക്കും, നല്ല മനുഷ്യർക്ക് വേണ്ടി കൊടുക്കും. So some people, like out of their heart of love, they might donate for some random people. പക്ഷേ ഈശോടെ പറയുന്ന 4 കാറ്റഗറി ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. But what Jesus is speaking there about is utterly helpless ആയ ബലഹീനരായിരുന്നു. No, but we were utterly helpless. നമ്മൾ ungodly people ആയിരുന്നു. We were ungodly people. അതൊക്കെ നമുക്ക് ഓക്കെയാ. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യം, we were still sinners. നമ്മൾ പാപികളായിരുന്നു. We were yet sinners. അടുത്ത 9-ലാണോ 10-ലാണോ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഈ 3 പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് നമുക്ക് പോകാം. പക്ഷേ അടുത്തൊരു പദമുണ്ട്, ഞങ്ങൾ അവന്റെ ശത്രുക്കളായിരുന്നു. And we were in enmity with God. We were enemies with God. മക്കളെ, ശത്രുവിന് വേണ്ടി ചില മിത്രത്തിന് വേണ്ടി കൊടുക്കുമായിരിക്കും. അതാ പൗലോസ് സ്ഥാപിക്കുന്നത്. So you may give something or even your life for your friend children. ഉലകത്തിൽ പാപിക്ക് വേണ്ടി, അധർമ്മിക്ക് വേണ്ടി, അഭക്തന് വേണ്ടി, പോരാ ശത്രുവിന് വേണ്ടി Hallelujah. ജീവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നര ആളില്ല, ഒറ്റ ഒരുവനെ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ശ്രീ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് വിളിച്ചു പറയുന്നത്, സകല മാനവരാശിക്കും വേണ്ടി യേശു ക്രിസ്തു മരിച്ചു. Hallelujah. If there is someone who died for their enemies and for those who were beating him, if there is one man like that, there is not a second person to count in that category, but only one, that is Jesus Christ. Paul is explaining there who we were at that time. We were we were sinners. We were not in friendship with God. We were enemies with God. അപ്പോഴും നമ്മെ സ്നേഹിച്ചവൻ എന്ത് ചെയ്തു? അവന്റെ ജീവൻ നമുക്ക് നൽകി. But yet he died while we were still sinners and enemies. ഞാൻ 10-ാമത്തെ വാക്യം എൻ്റെ വേർഷൻ NLT വേർഷൻ ഇങ്ങനെയാണ്, for since our friendship with God was restored by the death of his son while we were still his enemies. അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഫ്രണ്ട്ഷിപ്പ് പോയി കിടന്ന ബന്ധം പോയി കിടന്ന നമ്മളെ ആ ബന്ധത്തിലേക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ട് അവൻ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച ആ സത്വർത്തമാനം ഇന്ന് പകൽ നിൽക്കുമ്പോൾ എത്ര സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്. Hallelujah. In NLT this is what we read, since our friendship with God was restored by the death of his son while we were still his enemies, we will certainly be saved through the life of his son. രണ്ടു വചനങ്ങളെ വായിച്ചു കേൾപ്പിക്കുക, അവസാനിപ്പിക്കുക. രണ്ടു വചനങ്ങൾ കേൾപ്പിക്കുക. I'll just read a couple of Bible verses. 1 പത്രോസ് 2:22 മുതലുള്ള വാക്യങ്ങൾ. 1 Peter chapter 2 verses 22 onwards. അവൻ പാപം ചെയ്തിട്ടില്ല. He has done no sin. ചെവി തുറന്ന് കേൾക്കണം. I'm reading Holy Scripture. അവൻ പാപം ചെയ്തിട്ടില്ല. He did no sin. യേശുക്രിസ്തുവിന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായില്ല. There was no guilt found in his mouth. യേശുക്രിസ്തുവിനെ ശകാരിച്ചിട്ടും പകരം യേശുക്രിസ്തു ശകാരിച്ചില്ല. And even though they were cursing him, he did not do that back. കഷ്ടം അനുഭവിച്ചിട്ടും ഭീഷണമൊന്നും പറയാതെ ന്യായമായി വിധിക്കുന്നവന്റെ കൈകളിൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. 24-ാമത്തെ വാക്യം 24. നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നമ്മുടെ എന്ന പദം ശ്രദ്ധിക്കണം, അതിനകത്ത് മൂലഭാഷയിൽ നമ്മുടെ എല്ലാവരുടെ എന്ന പദമാണ്. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. Who his own self bare our sin in his own body on the tree, that we being dead to sin should live unto righteousness, by whose stripes all of you were healed. അവന്റെ അടിപ്പിണരുകളാൽ നമ്മൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. By his stripes all of you were healed. 25-ാമത്തെ വാക്യം, നമ്മൾ തെറ്റിയുടലുന്ന ആടുകളെ പോലെയായിരുന്നു, ഇപ്പോഴോ
നിങ്ങളുടെ നമ്മളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് നാം മടങ്ങി വന്നിരിക്കുന്നു. For all of us were as sheep going astray, but are now returned unto the shepherd and bishop of our souls. കേൾക്കുക പ്രിയമുള്ളവരെ, കേട്ടെ, ചെവിയോർന്ന് കേട്ടെ. നമ്മൾ ഇന്ന് നമ്മുടെ ഉടയവന്റെ അടുക്കലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. So now we are back to our honor. Through Christ. Amen. യേശു ക്രിസ്തു മുഖാന്തരം, അവന്റെ ക്രൂശ് മുഖാന്തരം, through his cross, അവന്റെ സ്നേഹം മുഖാന്തരം, because of his love, അവൻ നമുക്ക് മരിച്ചത് മുഖാന്തരം, because he died for us. കുഞ്ഞെ, നിനക്ക് യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ലേ? ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞിട്ടില്ലേ? Dear youngster, if you have not returned to that love until today, പച്ചയായ സുവിശേഷത്തിന്റെ കാതലായ വിഷയം ഞാൻ നിങ്ങളോട് പറയുകയാണ്. but let me tell you the cream of gospel. താങ്കൾക്കൂടെ വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമി മരിച്ചത്. The core of gospel is that Jesus died for you on the cross. ഇന്ന് ഭൂമി ജനിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടിയാണ്. No, he was born for every man. ഇനി ജനിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയാണ്. No, for the ones yet to be born. എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. He died for the remission of sins for every man. താങ്കൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് യേശുവേ അപ്പാ അങ്ങനെക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ കേൾക്കുന്നു, എനിക്ക് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞ് ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഉടയവന്റെ അടുക്കലേക്ക് നിനക്ക് ഇന്ന് മടങ്ങി വരാം. You don't have to do anything else. You don't have to go anywhere else. But wherever you are seated now, if you would say in your heart, Jesus, I heard that you died for my sins and I believe that he will come to your heart to be your savior and എനിക്ക് Christ. യേശയ്യാ 53 മുഴുവൻ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും 4, 5, 6 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. Isaiah chapter 53 verses 4, 5 and 6. നിങ്ങൾ നോക്കുക, സാക്ഷാൽ നമ്മുടെ എല്ലാവരുടെ എന്ന പദമാണ്. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിപ്പിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു വിചാരിച്ചു. Surely he has borne our sickness and carried our pains, yet we did esteem him stricken, smitten of God and afflicted. 5-ാം വാക്യം, എന്നാൽ അവൻ നമ്മുടെ എല്ലാവരുടെയും അകൃത്യങ്ങൾ നിമിത്തം Amen. മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. But he was wounded for our transgressions, he was bruised for our iniquities. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണകളാ നമുക്ക് സൗഖ്യം And the വന്നിരിക്കുന്നു. punishment of our peace was upon him, and with his stripes we are healed. യെശയ്യാപ്രവചനം വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. We were all gone astray like sheep. നാം ഓരോരുത്തനും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. We have turned everyone to his own way. അടുത്ത പദം ശ്രദ്ധിക്കണമേ. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം പാപം അവന്റെ മേൽ ചുമത്തി. And the Lord has laid on him the iniquity of us all. എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. Would you please stand up in the presence of the Lord? എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. കുഞ്ഞെ, യേശു നിനക്ക് വേണ്ടി ജനിച്ചു. No, dear child, Jesus was born for you. യേശു നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. And he lived for you. യേശു നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. He spoke for you. യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഇന്നും പ്രവർത്തിക്കുന്നു. He worked for you and he lives for you today. അതിനേക്കാൾ അപ്പുറം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം 5-ാമത്തെ ചിന്ത ഞാൻ പറയുന്നു. Amen. The fifth നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചു. and he died for us all. അവൻ നിങ്ങളുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമന്നു. And all our iniquities were laid on him. കാൽവരി ക്രൂശിലേക്ക് നമ്മുടെ ചിന്തകളെ പോകട്ടെ. Would you please bring your attention to the cross of Calvary? എല്ലാവരുടെയും അകൃത്യം അവൻ ചുമന്നു എങ്കിൽ, And if he carried all of our sins, അതിനകത്ത് ഞാൻ മാറ്റപ്പെട്ട് നിർത്തിയിട്ടില്ല. and that means I am included. എന്താ എന്റെ സന്ദേശം? What is my message? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ If one died for all, എല്ലാവരും ക്രിസ്തുവിൽ മരിച്ചു എന്നും and we all died, ഇനി എല്ലാവരും ക്രിസ്തുവിനായി ജീവിക്കണമെന്നുമാണ് സന്ദേശം. and those who live not only live for themselves, but those who live now will live for him. His death was substitutionary and sufficient for everyone. Hallelujah. No one is beyond the reach of the cross.
The cross stands as the ultimate proof of God's love for all humanity. എല്ലാ മനുഷ്യരോടും ദൈവം കാണിച്ച സ്നേഹത്തിന്റെ പ്രദർശന സ്ഥലമാണ് ക്രൂശ് എന്ന് പറയുന്നത്. Hallelujah. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? What do we need to do? Since Christ lived for you, since Christ worked for you, since Christ died for you all, അതുകൊണ്ട് നമ്മുടെ റെസ്പോൺസ് എന്താണെന്നറിയാമോ? We no longer live for ourselves but for him. Christ for all, therefore all for Christ. അതുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് നമ്മളെല്ലാവരും അവന് വേണ്ടി ജീവിക്കണം എന്നുള്ളതാണ്. Hallelujah. We no longer live for ourselves, but our lives should be in complete devotion to Christ. കർത്താവ് മറ്റൊന്നും നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. He does not expect anything else from you. കർത്താവ് ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. He has one desire. കർത്താവ് അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് Lord, because you died for me, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു. I submit my life to live for you. നമ്മുടെ ആത്മാവിനോട് നമ്മുടെ മനസ്സിനോട് നമ്മൾ ഇങ്ങനെ പറയണം. No, to tell to our souls like this. ആത്മാവേ ഓർക്ക ഈ മഹാസ്നേഹത്തെ. Let us ask in our hearts to remember the great love that we see on the cross. എൻ മനമേ എന്ന് ദാവീദ് പറയുന്നത് പോലെ പറഞ്ഞേ, എൻ മനമേ നീ ഓർക്കണം ഈ മഹാസ്നേഹത്തെ. No, let us remind our souls, oh my soul, remember the great love. ദൈവത്തിന്റെ പുത്രൻ എന്താ ഓർക്കേണ്ടതെന്നറിയാം? ദൈവത്തിന്റെ പുത്രൻ ഈ സാധുവെ സ്നേഹിച്ചു എന്നുള്ളത്. What do we need to remember is that the Son of God loved this humble people. ഹൃദയത്തിന്റെ അകത്ത് നിന്ന് പറയാൻ പറ്റുമോ അങ്ങനെ? Can you say that from your heart? എല്ലാ പുറം മടയട്ടെ. As all our outer eyes are closed, നമ്മുടെ മനസ്സിനോട് പറഞ്ഞേ, would you tell to your soul, ആത്മാവേ നീ ഓർക്ക് ഈ മഹാസ്നേഹത്തെ. hallelujah, oh my soul, remember this greatest love. ദൈവത്തിന്റെ പുത്രൻ ദാ തൊട്ട് പറഞ്ഞേ, ഈ സാധുവിനെ സ്നേഹിച്ചു. Oh, the Son of God loved this simple man, this humble man. സ്നേഹിച്ചു. Hallelujah. ആത്മാവേ ആത്മാവേ എൻ മനമേ. താങ്ക് യു ജീസസ്. ക്രൂശിന്മേ കാണുന്ന ദാരിദാ. ക്രൂശിന്മേ കാണുന്ന ദാരിദാ. പ്രാണനാഥൻ എൻ പേർക്കാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കാകുന്നു. ആത്മാവേ ഓർക്ക നീ ഈ മഹാസ്നേഹത്തെ. ആത്മാവേ ഓർക്ക നീ ഈ മഹാസ്നേഹത്തെ. ദൈവത്തിൻ പുത്രൻ സാധുവേ സ്നേഹിച്ചു. ദൈവത്തിൻ പുത്രനീ സാധുവേ. 4 കോടതികൾ നമ്മുടെ കർത്താവിനെ മാറി മാറി വിസ്തരിച്ചായിരുന്നു കേട്ടോ. 4 കോടതികളിൽ നമ്മുടെ കർത്താവിനെ കുറ്റമൊന്നും കണ്ടെത്തിയില്ല. മതക്കോടതികൾ വിധിച്ചു, അന്നത്തെ ഗവൺമെൻറ് കോടതികൾ വിധിച്ചു, കുറ്റമൊന്നും കണ്ടെത്തിയില്ല. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത് അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ യേശു ക്രിസ്തു മാനവകുലത്തിന് വേണ്ടി മരിച്ചത്? അവൻ പാപം ചെയ്തിട്ടില്ല. പിലാത്തോസിന് ആഗ്രഹമുണ്ടായിരുന്നു അവനെ ഒന്നുകുറകെ 40 അടി അടിപ്പിച്ച് പുറത്തിറക്കി വിടണമെന്ന്. പക്ഷേ യഹൂദന്മാർ, അന്നത്തെ പ്രമാണികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം. 100 കിലോ ഭാരമുള്ള മരക്കുരിശെടുത്ത് തോളിൽ വെച്ച് കൊടുത്തിട്ട് ഈശോയെ കൽത്തളത്തിൽ നിന്നടിച്ച് ലിനൻ ഉടുപ്പ് ധരിപ്പിച്ച് മുൾക്കിരീടം വെച്ച് മുഖത്ത് തുപ്പി വഞ്ചകന്ന് വിളിച്ച് പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. ഇന്ന് നമ്മൾ വായിച്ച മത്തായി 12 വാക്യമുണ്ട്,
സ്ട്രീറ്റിൽ അവൻ നിലവിളിച്ചില്ല, അവൻ്റെ ശബ്ദം കേട്ടില്ല, അവൻ ഉറക്കെ കരഞ്ഞില്ല. അവനത് ചുമന്നുകൊണ്ട് അറക്കാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ കുനിഞ്ഞ് കുനിഞ്ഞ് നടന്നു. അവൻ ആരോടും അവൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അവൻ തിരിച്ച് ശകാരിച്ചില്ല, തിരിച്ച് സംസാരിച്ചില്ല. പത്രോസ് പറയുന്ന വാക്കുകളാണ്, ശകാരിച്ചില്ല, സംസാരിച്ചില്ല, ഒന്നും ചെയ്തില്ല. അവൻ പിന്നെ എന്താ ചെയ്യുന്നറിയാമോ? ന്യായമായി കാര്യങ്ങളെ തീർക്കുന്ന ഉടയവൻ്റെ കൈരങ്ങിലേക്ക് കാര്യങ്ങളെ കൊടുത്ത് കുനിഞ്ഞ് കുനിഞ്ഞ് നടക്കുമ്പോൾ ഗദസമനയിൽ നിന്ന് ഗബതയിൽ നിന്ന് ഗോൽഗോഥായിലുമുള്ള ഈ യാത്ര പ്രിയപ്പെട്ടവരെല്ലാവരും ദർശിക്കണം. എൻ്റെ ഭാഷ മനസ്സിലാകുന്നവരെല്ലാവരും ദർശിച്ചോണം കേട്ടോ, ദർശിച്ചോണം. കർത്തദാസൻ റോണി, പ്ലീസ് കം ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. നാം ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ദർശിക്കണം. ചാട്ടവാറ കൊണ്ട് അടികൊണ്ട് ലിനൻ തോലുടിച്ച് അവന് പുറത്തേക്ക് വരുമ്പോൾ, ഞാൻ എപ്പോഴും പറയുന്ന പദം ആവർത്തിച്ച് പറയുന്നു, അന്നത്തെ എഴുത്ത് പണ്ഡിതന്മാർ എഴുതിയതായ വാക്കുകളിൽ നിന്ന് ഉഴവുചാലു പോലെ അവൻ്റെ വിലാപ്പുറം കീറി പച്ചമാംസ കഷ്ണങ്ങൾ താഴെ വീണു. മനസ്സലിവുള്ളവരെല്ലാം കണ്ണു നിറഞ്ഞു പോകുന്ന പിക്ചറാണ്. കണ്ടാൽ ആളല്ല എന്ന രൂപത്തിൽ എൻ്റെ, നിന്റെ, നമ്മുടെ രക്ഷകനായി. ചോദിക്കുക, അങ്ങ് എന്തിനാ ഇതനുഭവിക്കുന്നേ? അങ്ങ് എന്തിനാ അനുഭവിക്കുന്നേ? തിരിച്ച് മറുപടി നമുക്ക് പറയാം, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാ. ആ ക്രൂശിലേക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് ധ്യാനത്തിലേക്ക് കൊണ്ടുവരാമോ? ഓ